ആകാശത്തും കടലിലും മാത്രമല്ല, കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും ഡിജിറ്റൽ നെറ്റ്വർക്കുകളിലുമാണ് ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്നത്. തോക്കുകളും ടാങ്കുകളും മിസൈലുകളും മാത്രമല്ല, അൽഗോരിതങ്ങളും ഡിജിറ്റൽ വിവരങ്ങളുമാണ് ഇന്നത്തെ യുദ്ധങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത്. ഈ തിരിച്ചറിവിൽ നിന്നാണ് സൈബർ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇൻഫർമേഷൻ വാർഫെയർ എന്നീ മേഖലകളിലെ വിദഗ്ധരെ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പ്രതിരോധ സേന ആലോചിക്കുന്നത്. ദേശീയ സുരക്ഷാ തന്ത്രത്തിലെ വിപ്ലവകരമായ ഒരു ചുവടുവയ്പാണിത്. ഭാവിയിലെ യുദ്ധമേഖലയിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ സേനയുടെ സാങ്കേതിക അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഈ നീക്കം. സിവിലിയൻ സൈന്യം എന്നറിയപ്പെടുന്ന ടെറിട്ടോറിയൽ ആർമി സ്വന്തം ജോലി ഉപേക്ഷിക്കാതെ തന്നെ രാജ്യത്തെ സേവിക്കാൻ പൗരന്മാർക്ക് അവസരം നൽകുന്നു. IT കമ്പനികളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും മുൻനിര വിദഗ്ധർക്ക് അവരുടെ കഴിവുകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കാൻ ഇതിലൂടെ സാധിക്കും. കോടിക്കണക്കിന് രൂപ ശമ്പളം നൽകി പൂർണ്ണസമയ വിദഗ്ധരെ നിലനിർത്തുന്നതിനേക്കാൾ കാര്യക്ഷമമായി കുറഞ്ഞ ചെലവിൽ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഒരു രാജ്യത്തിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും ധനകാര്യ സ്ഥാപനങ്ങൾ തകർക്കാനും വ്യാജ പ്രചാരണങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും ശത്രു രാജ്യങ്ങൾക്ക് ഒരു സൈനികനെയും അതിർത്തി കടത്തേണ്ടതില്ല. ഏതാനും കമ്പ്യൂട്ടറുകളും ശക്തമായ ഇന്റർനെറ്റ് കണക്ഷനും മാത്രം മതി. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും മറ്റാഗോള സംഘർഷങ്ങളിലും നാം കണ്ടത് ഡേറ്റ ചോർച്ചയും ഊർജ്ജ സാമ്പത്തിക ശൃംഖലകൾ തകരാറിലാക്കുന്ന സൈബർ ആക്രമണങ്ങളുമാണ്. ഇത്തരം ഭീഷണികളെ ചെറുക്കാൻ പരമ്പരാഗത സൈനിക പരിശീലനം മാത്രം പോരാ. ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ അഗാധമായ അറിവുള്ള വിദഗ്ധരെ ആവശ്യമാണ്. ഇൻഫർമേഷൻ വാർഫെയറിലൂടെ രാജ്യത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇത് പ്രാദേശിക വിദഗ്ധരെ സജ്ജരാക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ ശക്തി തിരിച്ചറിഞ്ഞ് രാജ്യത്തെ ഏറ്റവും മികച്ച ബുദ്ധികേന്ദ്രങ്ങളെ ദേശീയ പ്രതിരോധത്തിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനം ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് എന്ന് എടുത്തു പറയണം. ഡിജിറ്റൽ ഇന്ത്യ ഇനി ഡിജിറ്റൽ പ്രതിരോധത്തിലൂടെ കൂടുതൽ സുരക്ഷിതമാകും. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശീലനവും ഉറപ്പാക്കിയാൽ സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ മികവ് രാജ്യസുരക്ഷയ്ക്ക് പുതിയ കരുത്താകും.